ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ബുയൂഇൽ ബാബു ഷുറൂത്തി വമാ നുഹിയ അൻഹു അല്ലേ, അതാണ് വിശദീകരിക്കുന്നത്. അതിലേതാനും ഹദീസുകൾ ഇവിടെ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് അതുപോലെ ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ അന്നഹു കാന യസീറു അലാ ജമലിൻ ലഹു ഖദ് അഅയ ഫഅറാദ അൻ യുസയ്യിബഹു ഖാൽ ഫലഹിഖനി അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅലി വദറബഹു ഫസാറ സൈറൻ ലം യസിർ മിസ്ലഹു فقال بعنيه بأوقية قلت لا ثم قال بعنيه فبعته بأوقية واشترطت حملانه إلى أهلي فلما بلغت أتيت بالجمل فنقدني ثمنه ثم رجعت فأرسل في أثري فقال أتراني ما كستك أتراني ما كستك لآخذ جملك خذ جملك ودراهمك فهو لك متفق عليه وهذا السياق لمسلم. طيب, ഇത് പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് പല അധ്യായങ്ങളിലും മുഹദ്ദിസീങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ അറിയിപ്പുകളും ദലാലാത്തുണ്ടല്ല, ഹദീസിൻ്റെ തേട്ടങ്ങൾ അറിയിപ്പുകൾ കുറേ വ്യത്യസ്ത വിഷയങ്ങളാണ് എന്നതിനാൽ തന്നെ ഈ സംഭവം ഇതൊരു സംഭവമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിൽ സംഭവിച്ചതാണ്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധയാത്രയിൽ യുദ്ധത്തിന് പോകുമ്പോൾ മുന്നിലായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മടക്കിയ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിലാണ് വരിക. മടക്കത്ത് യാത്രയിൽ റസൂലുള്ള ബാക്കിലായിരിക്കും. അതാണ് പതിവ്. ഇത് അങ്ങനെ ഒരു യാത്രയിൽ തബൂക്ക് യുദ്ധവേളയിൽ സംഭവിച്ചതാണ്. ആദ്യ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കാം. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നഹു കാന യസീറു അലാ ജമലിൻ ലഹു. അന്നഹു തീർച്ചയായും ജാബിർ കാന യസീറു അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു അലാ ജമലിൻ ലഹു തൻ്റെ ഒരു ഒട്ടകത്തിന്മേൽ. ഖദ് അഅയ എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിക്കാൻ കഴിയാതെ ചടച്ചുപോയി, അവശയായി. കത് ആയ എന്ന് പറഞ്ഞാൽ എന്താ? ചടച്ചു. കെല്ല എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ മേപ്പോട്ട് പോകുന്ന മനസ്സിലായോ? ചടച്ചു പറഞ്ഞാൽ മനസ്സിലായോ? മടിയില്ല, ചടച്ചുപോയി, സഞ്ചരിക്കാൻ കഴിയാതെ അത് പറ്റേ ക്ഷീണിച്ചു പോയി, ചടച്ചുപോയി, അവശയായി. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ പാട്ടിന് വിടാൻ തീരുമാനിച്ച്. അതായത് ഒട്ടകത്തിന് മുകളിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒട്ടകത്തിനെ അതിൻ്റെ വഴിയെ വിട്ടിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു നടന്ന് പോരാൻ ഉദ്ദേശിച്ചതാണ്. ഫഅറാദ അൻ യുസയ്യിബഹു ഒട്ടകത്തെ അതിൻ്റെ വഴിയെ വിടാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. ജാബിർ പറയാണ്, അദ്ദേഹം പറഞ്ഞു, ഫലഹിഖനി അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ചേർന്നു. ലഹിഖനി എൻ്റെ അടുക്കൽ വന്നു ചേർന്നു അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫദഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. വദറബഹു റസൂലുള്ള ആ ഒട്ടകത്തെ അടിച്ചു. ഫസാറ സൈറൻ ലം യസിർ മിസ്ലഹു. ഫസാർ അതോടുകൂടി ഒട്ടകം സഞ്ചരിച്ചു. സൈറൻ വല്ലാത്തൊരു സ്പീഡിൽ. ലം യസിർ മിസ്ലഹു അതുപോലെ ആ ഒട്ടകം സഞ്ചരിച്ചിട്ടേ ഇല്ല. അപ്പം മുമ്പൊരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത വിധം ആ ഒട്ടകം സഞ്ചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അടി കൊടുത്തതോടുകൂടി. ഫഖാൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് പറഞ്ഞു, ബിഅനീഹി ബിഉഖിയ. ബിഅനീഹി എന്നാണ് എന്താ? ബിഅ എന്ന് പറഞ്ഞാൽ നീ വിൽക്ക്. ബിഅനീഹി ആ ഒട്ടകത്തെ നീ എനിക്ക് വിൽക്ക്. ബിഉഖിയത്തിൻ ഒരു ഉഖിയക്ക് പകരമായിട്ട്. ഒരു ഉഖിയ കം ഉഖിയ എത്രയാണ്? 40 ദിർഹം. നമുക്ക് സക്കാത്തിൽ കഴിഞ്ഞില്ലേ? ഉഖിയ 5 ഉഖിയ
നിസാബ് എത്തിയാലാണ് എന്ത് സക്കാത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലേ. തൈ ഒരു ഊക്കിയക്ക് വിൽക്കാൻ പറഞ്ഞു. ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹം. അപ്പോൾ ബിഅനീഹി ബി ഊക്കിയ, ജാബിർ റളിയല്ലാഹുവിനോട് റസൂൽ പറഞ്ഞു ഒരു ഊക്കിയ തരാം, ഒട്ടകത്തെ എനിക്ക് വിൽക്കൂ. ഖുൽതു, ജാബിർ റളിയല്ലാഹു പറഞ്ഞു ലാ, വിൽക്കൂല എന്ന് പറഞ്ഞു. സുമ്മ ഖാൽ, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബിഅനീ, അതിനെ നിങ്ങൾ എനിക്ക് വിൽക്കൂ. ഫബിഅ്തുഹു, അപ്പോൾ ജാബിർ റളിയല്ലാഹു പറഞ്ഞു ഞാൻ റസൂലുള്ളാഹിക്ക് ആ ഒട്ടകത്തെ വിറ്റു ബി ഊഖിയത്തിൻ, ഒരു ഊഖിയക്ക് പകരമായിട്ട്. വഷ്തറത്തു, ഞാൻ ഉപാധി വെച്ചു. വഷ്തറത്തു, ഞാൻ ഉപാധി വെച്ചു. ഒട്ടകത്തെ വിറ്റപ്പോൾ ഞാൻ ഉപാധി വെച്ചു. ഹുംലാനഹു ഇലാ അഹ്ലി, എന്താ ഹുംലാനഹു ഇലാ അഹ്ലി, എൻ്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തുവോളം അതെന്നെ വഹിക്കണം എന്നുള്ളത്. അതായത് ഒട്ടകപ്പുറത്ത് എനിക്ക് എന്ത് ചെയ്യണം, മദീനയിലെത്തണം, എന്നിട്ട് നിങ്ങൾക്ക് ഒട്ടകത്തെ വിൽക്കാം എന്ന് തരാം എന്ന് ഷർത്ത് വെച്ചു. അപ്പോൾ ഒട്ടകത്തെ വിറ്റപ്പോൾ എന്ത് ചെയ്തു, ഷർത്ത് വെച്ചു, എന്ത് എനിക്ക് വീട് വരെ ആ ഒട്ടകത്തിന്മേൽ പോകണം എന്നുള്ളത്. ഫലമ്മ ബലഗത്തു, അങ്ങനെ ഞാൻ ജാബിർ റളിയല്ലാഹു പറയുന്നത് ഞാൻ എത്തിയപ്പോൾ, വീട്ടിലെത്തിയപ്പോൾ അതൈതുഹു ബിൽ ജമൽ, ഒട്ടകത്തെയും കൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. ഫനഖദനി സമനഹു, ഫനഖദനി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എനിക്ക് എണ്ണി തന്നു സമനഹു, ആ ഒട്ടകത്തിൻ്റെ വില, റൈറ്റ് മനസ്സിലായണ്ട, ഒട്ടകത്തിൻ്റെ വില എനിക്ക് റസൂലുള്ളാഹി അത് എണ്ണി തന്നു. സുമ്മ റജഅതു, പിന്നീട് ഞാൻ മടങ്ങി, റസൂലുള്ളാഹിക്ക് ഒട്ടകം ഏൽപ്പിച്ച് കാശ് വാങ്ങി ഞാൻ മടങ്ങി. ഫഅർസല ഫി അസരി, ഫഅർസല ഫി അസരി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പിന്നാലെ ആളെ വിട്ടു. ഫഖാൽ, ആളെ വിട്ടിട്ട് റസൂലുള്ളാഹി ജാബിറിനെ വിളിപ്പിച്ചു. അതാണ് ഫഅർസല ഫി അസരി എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ ആളെ വിട്ടു. എന്തിന്, എന്നെ വിളിപ്പിക്കാൻ ആളെ വിട്ടു എന്നർത്ഥം. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതുറാനി മാകസ്തുക ലി ആഖുദ ജമലക്. അതുറാനി എന്നുള്ളതൊരു പ്രയോഗമാണ്, നിങ്ങൾ എന്നെ കാണുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതറാനി എന്ന് പറഞ്ഞാലും തുറാനി എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതറാനി എന്ന് പറഞ്ഞാലും മഷിൽ ഹാൽ, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ മതി. ആ തുറാനി മാകസ്തുക് ലി ആഖുദ ജമലക്, ആദ്യം അതിൻ്റെ ഉദ്ദേശം എന്നറിയോ, ഞാൻ നിങ്ങളോട് തർക്കിച്ചില്ലേ, വില പേശിയില്ലേ, ഒട്ടകത്തെ വിൽക്കൂന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ ചെയ്തത് നിങ്ങളുടെ ഒട്ടകത്തെ എനിക്ക് കൈപ്പറ്റാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ, അതാണ്. അതായത് ഞാൻ ഒട്ടകത്തെ വിൽക്കുമോ എന്ന് ചോദിച്ചില്ലേ, അത് നിങ്ങളുടെ ഒട്ടകത്തെ ഞാൻ കൈപ്പറ്റാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആ തുറാനി, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയോ, നിങ്ങൾ എന്നെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ടോ. മാക്കസ്തുക്ക്, ഞാൻ നിങ്ങളോട് മുമാക്കസ നടത്തി. മുമാക്കസ നടത്താറ് എന്താ, വിൽക്കി. സാധാരണ കച്ചവടത്തിലുണ്ടല്ലോ 1000 ഉറുപ്യ കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല 900, 800, 700 ഇങ്ങനെ പറയില്ലേ, അതിനാണ് മുമാക്കസ പറയുക. വില പേശി. ഇവിടെ റസൂലുള്ള വില പേശിയിട്ടില്ല, ഇവിടെ റസൂലുള്ള വിൽക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വിൽക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും അതിന് ആ രീതിക്ക് മുമാക്കസ പറയും. ആ തുറാനി മാക്കസ്തുക്ക്, ഞാൻ നിങ്ങളോട് വില പേശിയത് ലി ആഖുദ ജമലക്, നിങ്ങളുടെ ഒട്ടകത്തെ ഞാൻ എടുക്കാനാണ് എന്ന് ആ തുറാനി, നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ. ആ ചോദിച്ചിട്ട് റസൂലുള്ള ഖുദ് ജമലക് വദറാഹിമക് ഫഹുവലക്, എന്താ ഖുദ് ജാബിറെ നിങ്ങൾ എടുത്തോളൂ, ജമലക് നിങ്ങളുടെ ഒട്ടകത്തെയും, വദറാഹിമക് നിങ്ങളുടെ ദിർഹമുകളെയും, ഫഹുവലക് അത് നിങ്ങൾക്കുള്ളതാണ്. ഹദീസ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തു. ഈ സിയാഖ്, ഇത് പദപ്രയോഗങ്ങൾ, അത് ഇമാം മുസ്ലിമിൻ്റെ പ്രയോഗങ്ങളാണ്. ഞാൻ പറഞ്ഞു ഈ സംഭവം കുറേ വിഷയങ്ങൾ അറിയിക്കുന്ന സംഭവമാണ്. കുറേ വിഷയങ്ങൾ ഇതിൽ പല പ്രയോഗങ്ങളും ഇതിൽ വന്നിട്ടില്ല. ഇതിനെ സുനനുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ ഉണ്ട്. ഇപ്പം ഇത് ഖൈബർ തബൂക്ക് യുദ്ധം കഴിഞ്ഞുള്ള മടക്ക വേളയിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ കാണാൻ യസീറാണ് ജമലിൽ ലഹു കഥ ആയ, വയസ്സായ ഒട്ടകാണ്, ചടച്ചുപോയ ഒട്ടകാണ്, അതുകൊണ്ട് അതിന് സഞ്ചരിക്കാൻ കഴിയണില്ല. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആലയോട് കൂട്ടത്തിൽ കൂടാൻ പറ്റണില്ല, ഒട്ടകം ഇതായിട്ട്. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു, ഒട്ടകത്തെ പാട്ടിന് വിട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചു. ഒട്ടകത്തെ എനിക്ക് വേണ്ട, ഒഴിവാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ റസൂലുള്ള വരുന്നത് ബാക്കിലാണ്, ആളുകളൊക്കെ മുന്നിൽ വിട്ടിട്ട് റസൂലുള്ള ബാക്കിൽ വരികയാണ്. ഇതുപോലത്തെ എന്തെങ്കിലും കേസുകൾ ഉണ്ടായാൽ അത്
കൈകാര്യം ചെയ്യാൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിൽ വരുന്നത്. ഫദഅലി റസൂൽ തനിക്ക് വേണ്ടി ദുആ ചെയ്തെന്നാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ റസൂലുള്ള ഒരു വടി കൊണ്ടുവരാൻ പറഞ്ഞു, ജാബിറിനോട് ഒരു വടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ജാബിർ അള്ളാഹിന് ഒരു വടി കൊണ്ടെന്ന് ഓർത്ത് ആ വടി കൊണ്ടാണ് റസൂൽ ഇത് അതിനെ അടിച്ച് തെളിച്ചതെന്നാണ്. അങ്ങനെ അടിച്ച് തെളിച്ചതോട് കൂടിയിട്ട് ഫസാറ സൈറം ലം യസിർ മിസ്ലഹു, മുമ്പ് സഞ്ചരിച്ചിട്ടില്ലാത്ത വിധം എന്ത് ചെയ്തു എന്നാണ്, ഈ ഒട്ടകം കുതിച്ചോടി എന്നാണ്. കുതിച്ച് ഓടി. എത്രമാത്രം മുന്നിൽ പോണ പോലെ ഒട്ടകത്തിനുണ്ടല്ലോ, ഈ ഒട്ടകം തിരക്കി ഓടാൻ തുടങ്ങിയതാണ്. മുന്നിൽ പോണ ഒട്ടകങ്ങൾ നല്ല കരുത്തുള്ള ഒട്ടകങ്ങളല്ലേ, അവയെ തിരക്കി ഇത് ഓടാൻ തുടങ്ങി. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസുവ ഒട്ടകത്തെ വരെ തിരക്കി ഓടിയെന്നാണ്. തിരക്കി ഓടി അത്ര ഇതായി എന്നാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ മുഅ്ജിസത്ത് എങ്ങനെ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് പ്രകടമായത് ഒരു വടിയിലാണ്. മനസ്സിലായി, റസൂലുള്ളാഹിന് ഒരു വടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജാബിർ റളിയല്ലാഹു കൊള്ളി എടുത്തു കൊടുത്തത് ചെറുത്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒട്ടകത്തെ അടിച്ചത്. പറയാണ് പൂർവ്വകാലത്തുള്ള നബിമാർക്ക് എന്തൊക്കെ ഇനം മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ ഈ മാർക്കും കൊടുത്തിട്ടുണ്ട് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഏറെ ഒരു മുഅ്ജിസത്തും കൊടുത്തിട്ടുണ്ട്. അതാണെന്ത് വിശുദ്ധ ഖുർആൻ. പൂർവ്വകാലത്തുള്ള നബിമാർക്കുള്ള മുഅ്ജിസത്തുകൾ ഏതൊക്കെ തരത്തിലുണ്ട് ആ തരത്തിലുള്ള മുഅ്ജിസത്തുകളൊക്കെ ഈ മാർക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വടി കൊടുത്തു അല്ലേ മുഅ്ജിസത്തായിട്ട്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, വടി കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. വേറെയും ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇമാം സുയൂത്തി ഈ ഹദീസിനെ വെച്ചിട്ട് ആ ഒരു വിഷയം ഉണർത്തിയത് കാണാൻ സാധിക്കും. തയ്യിഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ബിഅനീഹി ബി ഊഖിയ, ഞാൻ ഒരു ഊഖിയ തരാൻ, നിങ്ങൾ ഈ ഒട്ടകത്തെ എനിക്ക് വിൽക്കൂ എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തമാശയാണ് ജാബിറിനോട്. യഥാർത്ഥത്തിൽ ഈ ഒട്ടകത്തെ ജാബിർ എന്തിനാ ഉദ്ദേശിച്ചത്, വഴിയിൽ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചതാണ്. കാരണം ഇതിന് നടക്കാനും വയ്യ, ഇതൊരു ഭാരം, അപ്പോൾ ഇതിന് വഴിയിൽ ഒഴിവാക്കാം എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒട്ടകത്തെ റസൂലുള്ള പിന്നെ പറയാണ്, ഞാനൊരു ഊഖിയ തരാം, നിങ്ങൾ അതിനെനിക്ക് വിൽക്കുന്നു. അപ്പോൾ എന്താ ജാബിറിൻ്റെ പ്രതികരണം, വിൽക്കൂലാണ്. അതെന്തുകൊണ്ടാ, അത് മുടക്കാ ചേർക്കാന്ന് കണ്ടപ്പോൾ വേണ്ടാന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ സംഭവം ഉഷാറാന്ന് കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വിൽക്കൂല എന്ന് പറയാം. അപ്പോൾ വീണ്ടും റസൂൽ പറയാണ്, ബിഅനീ, നിങ്ങൾ എനിക്ക് വിൽക്കും. അപ്പോൾ ഇതാണ് ഒരു കച്ചവട സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരാളോട് വില പേശാം, മനസ്സിലായില്ലേ, പിന്നെ അയാളോട് വീണ്ടും അത് ചോദിക്കാം എന്നുള്ളതിന് കൂടി ഇത് തെളിവാണ്. ഇതിനാണ് മുമാക്കസ എന്ന് പറയാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ലാ പറഞ്ഞില്ലേ, അങ്ങനെ പറയുമ്പോൾ അതിൽ റസൂലുള്ളാഹിനോടൊരു മര്യാദകേടുണ്ടോ, നിങ്ങൾ എനിക്ക് വിൽക്കുന്ന പറയുമ്പോൾ ഞാൻ വിൽക്കണില്ല എന്ന് പറഞ്ഞു. അതാ ഒരു പക്ഷേ എന്ത് ഒരു പക്ഷേയാണ് കേൾക്കേണ്ടത്. എങ്ങനെ അതാണ് ലില്ലാഹി ദർറക്കും മാഷാ അല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹിക്ക് അത് വിൽക്കാതെ റസൂലുള്ളാഹിക്ക് ഒട്ടകത്തെ തന്നെ എന്ത് ചെയ്യാം, വെറുതെ കൊടുക്കാം എന്നതായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു, ഹദിയ കൊടുക്കാമെന്നായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ്. തയ്യ് ബിഅനീഹി, അത് വീണ്ടും വിൽക്കാൻ പറഞ്ഞ് ചോദിച്ച്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഫബിഅതുഹു ബി ഉഖിയത്തിൻ, ഒരു ഉഖിയക്ക് വിറ്റു. വഷ്തറത്തു ഹംലാനഹു ഇലാ അഹ്ലി, പക്ഷേ റസൂലുള്ളാഹിക്ക് വിറ്റപ്പോൾ ഷർത്ത് വെച്ചു. അതെന്താണ്, വീട് വരേക്കും എന്ത് ചെയ്യണം, അതെന്നെ വഹിക്കണം എന്നുള്ളത്. ഒട്ടകം പുറത്ത് എനിക്ക് എന്ത് ചെയ്യണം, വീട് വരെ സഞ്ചരിക്കണം. ഈ ഒട്ടകം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നടന്നു പോകണം, അപ്പോൾ അതിന് പകരം സഞ്ചരിക്കണം എന്നുള്ളത് അദ്ദേഹം ഷർത്ത് വെച്ചു. ഇതാണ് ഇവിടെ വിഷയം. കച്ചവടം ചെയ്യുമ്പോൾ ഷർത്ത് വെക്കാമോ ഇല്ലേ, ഇതില്ലേ കച്ചവടത്തിൻ്റെ ഗുണത്തിന്, അതേപോലെ തന്നെ വിൽക്കുന്നവൻ വാങ്ങുന്നവൻ അവരുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടുള്ള ഷർത്തുകൾ ആകാവുന്നതാണ്. ഷർത്ത് വെക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഷർത്താവാം, ഒന്നിലധികം ഷർത്ത് പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ. ഏതായാലും ഷർത്ത് വെക്കാം എന്നുള്ളതിന് തെളിവുണ്ട്, കച്ചവടത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ് അല്ലെങ്കിൽ വീട് വാങ്ങുകയാണ് ഒരാളോട്. അപ്പോൾ വീട് കൊടുക്കുമ്പോൾ ഷർത്ത് പറയാണ്, നിങ്ങൾ വീട് വാങ്ങിക്കോളി, പക്ഷേ ഒരു മാസം ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ട് പിന്നെ നിങ്ങൾ വീട് എന്ത് ചെയ്യുള്ളൂ, ഞാൻ വിട്ടു തരുള്ളൂ. കച്ചവടം നടന്നു, പക്ഷേ ഒരു മാസം താമസിക്കുക എന്നുള്ളത് ഷർത്ത് വെച്ചു. ഇതേപോലെ സാധനം കൊള്ളുമ്പോൾ ഞാൻ സാധനം കൊള്ളാം, പക്ഷേ എന്ത് വേണം, സാധനങ്ങൾ എത്തിച്ചു തരണം. ഇങ്ങനത്തെ ഷർത്തുകളുണ്ടല്ലോ.
ആ ഷർത്തുകൾ ആകാവുന്നതാണ് എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ളൊരു മസല കൂടിയാണത്, മനസ്സിലായില്ലേ? ഈ അബ്ദുൽ വാരിസ് എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതൻ അബു ഹനീഫത്തുൽ നുഅ്മാനും ഇബ്നു അബി ലൈലയും പിന്നെ ഇബ്നു ശുബ്രുമയും 3 മഹാപണ്ഡിതന്മാരാണ്. മക്കയിൽ ഹജ്ജ് സീസണിൽ വന്ന സമയത്ത് ഈ അബ്ദുൽ വാരിസ് 3 ആളും ചെന്നിട്ട് സമീപിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. കച്ചവടത്തിൽ ഷർത്ത് വെച്ചാൽ നിബന്ധന വെച്ചുള്ള കച്ചവടം അനുവദനീയമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ പിന്നെ 3 ആളുടെയും വ്യത്യസ്ത ഫത്വകൾ ആ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരാൾ പറഞ്ഞത് കച്ചവടം ബാത്തിലാണ്, ഷർത്തും ബാത്തിലാണ്. ഒരാൾ പറഞ്ഞ് കച്ചവടം ശരിയാണ്, ഷർത്ത് ബാത്തിലാണ്. വേറൊരാൾ ഫത്വ കൊടുത്തത് ഷർത്ത് സഹിയാണ്, കച്ചവടം ബാത്തിലാണ്. മനസ്സിലായി? ഇങ്ങനെ 3 ആൾ വ്യത്യസ്ത ഫത്വ കൊടുത്തു. അപ്പോൾ പിന്നെ അബ്ദുൽ വാരിസ് അദ്ദേഹം വീണ്ടും 3 ആളെയും ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ലല്ലേ മറ്റേ 2 ആളും പറഞ്ഞത്, മറ്റേ ആളോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ മറ്റേ 2 ആളും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ 3 ആളുകളും തങ്ങൾ പറഞ്ഞതിന് ഉപോത്ബലികമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞു എന്നാണ്. 3 ആളുകളും തങ്ങൾ പറഞ്ഞതിന് ഉപോത്ബലികമായിട്ടുള്ള തെളിവ് പറഞ്ഞു. അതിൽ പിന്നെ കച്ചവടത്തിൽ ഷർത്ത് വെച്ചാൽ കച്ചവടവും സഹിഹാണ്, ഷർത്തും സഹിഹാണ്. കച്ചവടവും സഹിയാണ്, ഷർത്തും സഹിയാണ് എന്ന് പറഞ്ഞ ആൾ തെളിവ് പിടിച്ചത് ഇതാണ്. കണ്ടോ? ഇവിടെ കച്ചവടം ചെയ്തപ്പോൾ ഷർത്ത് പറഞ്ഞ്, എന്താ ഷർത്ത്? വീട് വരെ ഞാൻ ഇതിൻ്റെ പുറത്താണ് സഞ്ചരിക്കുക എന്നുള്ളത്. കച്ചവടവും സഹിയാണെന്ന് പറഞ്ഞ് ഷർത്തും സഹിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതാണ് ഇവിടെയുള്ള വിഷയം. അതിന് വേണ്ടിയാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹി ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. ഫലം ജാബിർ റളിയല്ലാഹു അൻഹു പറയണം, ഫലമ്മ ബലഗതു, ഞാൻ എത്തിയപ്പോൾ, എവിടെ എത്തിയപ്പോൾ? മദീനയിലെത്തി, വീട്ടിലെത്തിയപ്പോൾ, അതൈതുഹു ബിൽ ജമൽ, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഞാൻ ഒട്ടകയിട്ട് ചെന്നു. ഫനഖദനി സമനഹു, അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? പറഞ്ഞ പ്രവസ്ഥ പ്രകാരം പൈസ തന്നു. ഒട്ടകത്തിൻ്റെ പൈസ എത്ര? 40 ദിർഹം, ഒരു ഉഖിയ തന്നു. സുമ്മ റജഅതു, ജാബിർ റളിയല്ലാഹു അൻഹു പിന്നെ മടങ്ങി. ഫഅർസല ഫി അസരി, അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? എൻ്റെ പിന്നാലെ ആളെ വിട്ട് ജാബിറിനോട് വരാൻ പറയുന്നു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി ജാബിർ വന്നപ്പോൾ ചോദിക്കുകയാണ്, ആ തുറാനി മാക്കസ്തുക്കലി ആഹുദ ജമലക്, നിങ്ങളുടെ ഒട്ടകത്തെ മേടിക്കാനാണ് ഞാൻ നിങ്ങളോട് വിൽക്കൂ എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുദ് ജമലക്, ഞങ്ങൾ ഒട്ടകത്തെ വാങ്ങാനല്ല എന്ത് ചെയ്ത് നിങ്ങളോട് വിൽക്കൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ എടുത്തോളൂ. വദറാഹിമക്, നിങ്ങളുടെ ദൃഹമുകളും എടുത്തോളൂ. ഫഹുവലക്, അത് നിങ്ങൾക്കുള്ളതാണ്. ഇതിലുള്ള വേറെ വിഷയം, ശരിക്കും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ കാശില്ലാത്തത് കൊണ്ടാണ് ഈ ഒട്ടകയറ്റ് നടക്കുന്നത്. അല്ല, ആ ഒട്ടകം ചടച്ച് അതിനെ ഒഴിവാക്കാൻ മാത്രം ആ ഒട്ടകം ഒറ്റ വീക്കാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ കാശുമുണ്ട്. അപ്പോൾ ആളുകളുടെ സമക്ഷത്തിൽ ഈ കാശ് എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുമോ എന്നുള്ളത് കാരണത്താലാണ് റസൂലുള്ളാഹി ഈ അടവെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതി സ്വീകരിച്ചത്. അടവെന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു രീതി സ്വീകരിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാശ് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്ത് പിന്നെ ഒട്ടകത്തെ വിൽക്കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഊക്കിയെ തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ ഊക്കിയെ ഏൽപ്പിച്ചു. ഒട്ടക റസൂലുള്ളാഹിക്ക് വേണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, റസൂലുള്ളാഹിക്ക് ഒട്ടകം വേണ്ട. റസൂലുള്ളാഹി ആ ഒട്ടകത്തിനെയും ജാബിർ റളിയല്ലാഹു തആല അൻഹു നൽകുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മനസ്സിലല്ലേ, തൻ്റെ അനുചരന്മാരെയും അതേപോലെ തന്നെ തൻ്റെ സഹചരരെയും മാനിക്കുന്നതിലും അവരുടെ ആദരവ് കാത്തു സൂക്ഷിക്കുന്നതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രീതിയാണ്, മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും അതേപോലെ തന്നെ സ്വഭാവ മഹിമയുമാണത് അറിയിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിപ്പോർട്ടുകളിൽ കാണാം 40 ഊക്കിയ കൊടുത്തു. പിന്നെ ബിലാലിൻ്റെ അടുക്കൽ ഒരു 40 ഊക്കിയല്ല 40 ദിർഹം കൊടുത്തു, ഒരു ഊക്കിയ കൊടുത്തു. ബിലാലിൻ്റെ കയ്യിൽ പിന്നെ ഏറെ ഒരു നാണയം കൊടുത്തു, എനിക്ക് തോന്നുന്നു ദീനാർ എങ്ങാണ്ട് എന്ത് കൊടുത്തു, മനസ്സിലായില്ലേ? അത് പിന്നെ ജാബിറിന് ഏറെയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ ഏറെ കിട്ടിയത് ജാബിർ റളിയല്ലാഹു തആല തൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും, മനസ്സിലായില്ലേ? അതോടുകൂടിയായിരുന്നു ജാബിർ റളിയല്ലാഹുവിൻ്റെ മരണം എന്ന രീതിയിൽ വായിക്കാൻ സാധിച്ചു. ഞാൻ ഉറപ്പ് വരുത്തിയ ചരിത്ര റിപ്പോർട്ടല്ല അത്, പക്ഷേ എങ്കിലും ഈ ഹദീസിൻ്റെ ശറഹ് വായിച്ചപ്പോൾ ഒരിടത്ത് അങ്ങനെ വായിക്കാൻ സാധിച്ചു. അതാണ് ഒന്നാമത്തെ ഹദീസ്, മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി. ഇനി രണ്ടാമത്തെ ഹദീസ്, അതും ജാബിർ റളിയല്ലാഹു അൻഹുള്ള ഹദീസാണ്. വഅൻഹു നൈകാരങ്ങളിലല്ലേ, വഅൻഹു എന്ന് പറഞ്ഞാൽ വഅൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല അഅതക റജുലുൻ മിന്നാ അബ്ദൻ ലഹു അൻ ദുബുരിൻ വലം യകുൻ ലഹു മാലുൻ ഗൈറഹു
ഫദആ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബാഅഹു മുത്തഫഖുൻ അലൈഹി. ജാബിർ റളിയല്ലാഹു അൻഹു പറയണം, ആതക റജുലുൻ മിന്ന, ഞങ്ങളിൽ ഒരു വ്യക്തി മോചിപ്പിച്ചു. ആതക എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു. റജുലുൻ മിന്ന, ഞങ്ങളിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സഹാബി മോചിപ്പിച്ചു. ആരെ? അബ്ദൻ ലഹു, അയാളുടെ ഒരു അടിമയെ, ഒരു സഹാബി അയാളുടെ ഒരു അടിമയെ മോചിപ്പിച്ചു. അൻദുബുരിൻ, അൻദുബുരിൻ എന്ന് പറഞ്ഞാൽ എന്താ? ദുബുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം ഈ തദ്ബീർ എന്ന് പറയും. തദ്ബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മസാല തദ്ബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മരണാനന്തരം അയാളുടെ അടിമയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ഒരു സയ്യിദ് അയാളുടെ മരണാനന്തരം അയാളുടെ കീഴിലുള്ള അടിമയെ സ്വതന്ത്രമാക്കി വിടുന്നതിനാണ് എന്ത് പറയുക? തദ്ബീർ എന്ന് പറയാം. അപ്പോൾ യജമാനൻ പറയും, ഞാൻ മരിച്ചാൽ എൻ്റെ ശേഷം നിങ്ങൾ സ്വതന്ത്രരാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതിനാണ് തദ്ബീർ എന്ന് പറയും. മസ്അലത്ത് തദ്ബീർ ഞാൻ മുമ്പ് ഇവിടെ ഉണർത്തിയിട്ടുണ്ട് ഒരു വിഷയത്തിൽ, ഒരു സ്ത്രീയുടെ വിഷയത്തിൽ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അസ്മാ ബിന്ത് യസീദ് നിസക്കനല്ലേ, അവരെന്ത് ചെയ്തു? അവരുടെ കീഴിലെ 2 അടിമകളെ കൊണ്ട് പറഞ്ഞ്, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മരണപ്പിറ്റേന്ന് സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് അല്ലേ. അപ്പോൾ ഈ അടിമകളുണ്ടല്ലോ, അവർ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്? അവർ ഇവരെ കൊന്ന്, രാത്രി ഇവരെ കൊന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹു സാധാരണ ഈ രാത്രി ഉമർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമല്ലോ. അപ്പോൾ എന്നും രാത്രി ഇവരുടെ വീട്ടിൽ നിന്ന് ഓത്ത് കേൾക്കും, ഖുർആൻ ഓത്ത് കേൾക്കും. ആ ദിവസം ഖുർആൻ കേൾക്കുന്നില്ല, പിന്നെ ദിവസം കേൾക്കണില്ല, ഒരു ഓതിനെ കേൾക്കില്ല. അപ്പോൾ ഉമർ അന്വേഷിച്ച് എന്താ ഓത്ത് കേൾക്കാത്തവർ നിസ്കരിക്കണമെന്നില്ല എന്നുള്ള നിലക്ക് പിന്നെ പകൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവന് മരിച്ചു കിടക്കണം. ഉമറിനെ കണ്ട മാത്രയിൽ മനസ്സിലായി. ഉമർ ഇവരുടെ കീഴിലുള്ള അടിമകളെ ചോദിച്ച്, എവിടെ ചോദിച്ച് അല്ലേ? അവരിവരെ കൊന്നിട്ട് വേഗം നാട് വിട്ട, സ്ഥലം വിട്ടതാണ്. അവരെ അന്വേഷിച്ച് കൊണ്ടുവന്ന് ഉമർ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ ക്രൂശീകരിക്കാണ് ഉണ്ടായത്. മനസ്സിലല്ലേ? അപ്പോൾ ആ സ്ത്രീ ഈ 2 അടിമകളെ മോചിപ്പിച്ചല്ലോ. അതെങ്ങനെയാണ്? മരണാനന്തരം എൻ്റെ മരണശേഷം നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞു. അതിനാണ് തദ്ബീർ എന്ന് പറയാം, മസ്അലത്ത് തദ്ബീർ. ഇവിടെ അതാണ്. ആതക റജുലുൻ മിന്ന, ഞങ്ങളിൽ ഒരു വ്യക്തി മോചിപ്പിച്ചു. അബ്ദൻ ലഹു, തൻ്റെ ഒരു അടിമയെ. അൻദുബിരിൻ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ മരണാനന്തരം നീ മോചിതനാണ്, സ്വതന്ത്രനാണ് എന്നൊരു സയ്യിദ് പ്രഖ്യാപിക്കുക, അങ്ങനെ മോചിപ്പിക്കുക. വലം യകുല്ലഹു മാലുൻ ഗൈറുഹു, വലം യകുല്ലഹു, ഈ വ്യക്തിക്ക്, ഈ യജമാനന് ഉണ്ടായിരുന്നില്ല, മാലുൻ ഗൈറുഹു, ഈ അടിമയല്ലാതെ വേറെ സ്വത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ അയാളുടെ വരും സ്വത്ത് എന്താ? ഈ ഒരു അടിമ മാത്രമാണ്. അതിനയാളെന്ത് ചെയ്ത്? ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്വതന്ത്രനാണെന്ന് പറയുകയും ചെയ്തു. ഫദആ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫബാഅഹു, എന്നിട്ട് അടിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറ്റു. അത് ഈ ഹദീസ് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസല മനസ്സിലാവില്ല. ഇതിൻ്റെ മറ്റു ലഫ്ദുകളിൽ കാണാം, ഈ അടിമയുള്ള വ്യക്തിയല്ല ഉടമ, അയാൾ കടക്കാരനായിരുന്നു. അയാൾക്ക് കുറേ ആളുകൾക്ക് അയാൾ പൈസ കൊടുക്കാറുണ്ട്. അയാൾക്കാണെങ്കിൽ അയാൾക്ക് സ്വത്തില്ല, എന്തല്ലാതെ ഈ അടിമല്ലാതെ. ഇയാളുടെ മരണശേഷം നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കടക്കാരുണ്ട്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അടിമയെ വിറ്റിട്ട് കാശ് മേടിച്ചിട്ട് എന്ത് ചെയ്ത്? ഈ കടക്കാരുടെ കടം വീട്ടാൻ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. മനസ്സിലായി? കടം വീട്ടാൻ വേണ്ടിയിട്ട് പറയണ്ടായി. അതാണ് ഇതിൻ്റെ സംഭവം. മനസ്സിലായോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ മോചിപ്പിച്ച അടിമയെ വിറ്റിട്ട് എന്ത് ചെയ്ത്? മോചിപ്പിച്ച് വിട്ടിട്ടില്ല, അടിമ അവിടെ ഉണ്ട്. ഇയാൾ മരിച്ചാലാണെന്ത്? അയാൾ സ്വതന്ത്രൻ. അപ്പോൾ റസൂൽ അതിനെ വിറ്റിട്ട് എന്ത് ചെയ്ത്? ഇയാളുടെ കടബാധ്യതകളെ വീട്ടുകയുണ്ടായി എന്നുള്ളതാണ്. അതിൽ പിന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇത് കൊണ്ടുവന്ന എന്താണ്? അതായത് പിന്നെ ഒരാൾക്ക് കടബാധ്യത ഉണ്ട്, അയാൾക്ക് സ്വത്തുമുണ്ട്, അയാൾ പാപ്പറാണ്, കുറച്ച് സ്വത്തുമുണ്ട് എങ്കിൽ ഇയാളുടെ സ്വത്തിന് അവകാശികളാണ് ആ കടക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സ്വത്ത് വിറ്റിട്ട് അതിൽ അവർ തുല്യവിഹിതം അവരുടെ കടം വീടിയാലും ഇല്ലെങ്കിലും ശരി എടുക്കുക എന്നുള്ളതാണ്. ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വത്തിൽ ഇത്തരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തടയിടാൻ ഭരണാധികാരിക്ക് അവകാശമുണ്ട്. അത് മുത്തഫഖുൻ അലൈഹി. ഇനി അടുത്തത് വഅൻ മൈമൂനത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ഇന്ന ഫഅറതൻ വഖഅത് ഫീ സമനിൻ ഫമാതത് ഫീഹ്
ഫസുഇല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ ഫഖാൽ അൽഖൂഹ വമാ ഹൗലഹ വകുലൂഹ് റവാഹുൽ ബുഖാരി വസാദ അഹ്മദ് വന്നസായി ഫി സമനിൻ ജാമിദിൻ. തയ്യിബ്, ഈ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനമാണ്. വാൻ മൈമൂനത്ത സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ മൈമൂനയിൽ നിവേദനം. അവർ പറയാണ്, കാലത്ത് അവർ പറയാണ്, ഇന്ന ഫറത്തൻ, എന്താ ഫറയേഷ് എലി, ഒരു എലി, വഖഅത്ത് അത് വീണു, ഫി സമനിൻ എന്താണ് നെയ്യിൽ ഒരു എലി വീണു. ഫമാത്തത് ഫിഹി, ആ എലി എന്ത് ചെയ്തു, ആ നെയ്യിൽ ചത്തു. ഫമാത്തത് ഫിഹി, എലി നെയ്യിൽ വീണ് ചത്തു. ഫസുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. എലി നെയ്യിൽ വീണ് ചത്തിരിക്കുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഖൂഹ, ആ എലിയെ അതിൽ നിന്ന് എടുത്തിടാൻ പറഞ്ഞു. വമാ ഹൗലഹ, ആ എലി ചത്തതിൻ്റെ ചുറ്റുഭാഗവും എടുത്തിടാൻ പറഞ്ഞു. വകുലൂഹു, എന്നിട്ട് വകുലൂഹു, പിന്നെ ആ നെയ്യ് അത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എലി ചത്ത ആ എലിയെയും അതിന് ചുറ്റുഭാഗവും, അതൊരു കഫ് കോരിയിടാനാണ് പറഞ്ഞത്. ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ ഉണ്ട്, എലി വീണു അതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഒരു കോരിയിടാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കി നെയ്യ് തിന്നാൻ പറഞ്ഞു. അത് ഇമാം ബുഖാരിയുടെ നിവേദനം. വസാദ അഹ്മദ് വന്നസായി, ഇമാം നസായിയും അഹ്മദും റിപ്പോർട്ട് ചെയ്തു ഏറെ. ഫി സമനിൻ ജാമിദ്, ആ നെയ്യ് എന്തായിരുന്നു, ജാമിദായ നെയ്യായിരുന്നു. എന്താ ജാമിദ്? ഉറച്ച നെയ്യ്. ദ്രവരൂപത്തിലായിരുന്നില്ല, പിന്നെ അത് ഖരരൂപത്തിൽ ഉറച്ചതായിരുന്നു. അപ്പോൾ ഉറച്ചതിൽ വീണപ്പോഴാണ് എന്ത് ചെയ്തത്, അതും അതിന് ചുറ്റുഭാഗവും ഒഴിവാക്കാൻ പറഞ്ഞത്. എന്തിനാ ഇപ്പോൾ ഈ നെയ്യിൻ്റെ എലി ചത്തീനി മസാല ഇബ്നു ഹജർ കിതാബുൽ ബുയൂഇൽ കൊണ്ടുവന്ന്? ഇത് തന്നെ കിതാബുൽ ബുയൂ എന്താ, കച്ചവടമല്ലേ? അതാണ് വിഷയം. അതായത് നെയ്യ് വിൽക്കാൻ വെച്ച് അതിൽ എലി വീണ് ചത്ത് എങ്കിൽ ആ നെയ്യ് അങ്ങനെ തന്നെ ഒഴിവാക്കണോ, അതല്ല എന്താ ചെയ്യേണ്ടത് എല്ലിനെടുത്തിടുക, അതിൻ്റെ ചുറ്റുഭാഗത്തു നിന്ന് ഒരു കോരലെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി എന്താണ്, നജസല്ല അത് വിൽക്കാം, അതാണ് അതിൻ്റെ വിഷയം. പക്ഷെ ഈ സമനുൻ ജാമിദ് ഉണ്ടല്ലോ, ഈ ഒരു ഏറെ വന്നതിന് ഇമാം ബുഖാരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അവരൊക്കെ അത് സഹിയായി. ഇമാം അഹ്മദിൻ്റെയും നസായിയുടെയും ഈ ഏറെ വന്നതിന് ഷാദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാരിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സഹിയായിട്ടുള്ള ബലപ്പെട്ട റിവായത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഹദീസ് വഴി നോക്കാം, അപ്പോൾ ഇത് പൂർണ്ണമാകും. അടുത്ത ഹദീസ്, വാൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഖഅത്തിൽ ഫഅറതു ഫി സമനി ഫഇൻ കാന ജാമിദൻ ഫഅൽഖൂഹ വമാ ഹൗലഹ വഇൻ കാന മാഇഅൻ ഫലാ തഖറബൂഹു റവാഹു അഹ്മദ് വഅബൂ ദാവൂദ് വഹകമ അലൈഹി അൽ-ബുഖാരി വഅബൂ ഹാത്തിം ബിൽ വഹ്മി. തയ്യിബ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫറ, എലി വീണാൽ, ഫിസംനി, നെയ്യിൽ എലി വീണാൽ, ഫഇൻ കാന ജാമിദൻ, നെയ്യ് ഉറച്ചതാണ് എങ്കിൽ, നെയ്യ് ഖരരൂപത്തിൽ ഉറച്ചതാണ് എങ്കിൽ, ഫഅൽഖൂഹ, നിങ്ങൾ ആ എലിയെ എടുത്തിടുക, വമാ ഹൗലഹ, എലിക്ക് ചുറ്റുള്ളതും കോരിയിടുക, വഇൻ കാന മാഇഅൻ, ഇനി ദ്രവരൂപത്തിലാണ് നെയ്യെങ്കിൽ, ഫലാ തഖറബൂഹു, നിങ്ങൾ ആ നെയ്യിലേക്ക് അടുക്കരുത്. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്, ഇമാം അബൂ ദാവൂദും അഹ്മദും റിപ്പോർട്ട് ചെയ്തു. വഹകമ അലൈഹി അൽ ബുഖാരി വ അബൂ ഹാത്തിം ബിൽ വഹ്മി, ഇമാം ബുഖാരിയും അബൂ ഹാത്തിമും ഈ ഹദീസിൻ്റെ വിഷയത്തിൽ വിധി പറഞ്ഞത് വഹം എന്നാണ്. വഹം കൊണ്ട് വിധി പറഞ്ഞു എന്നാണ് മനസ്സിലായി. വഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹദീസിൻ്റെ ലഫ്ദിനെ കുറിച്ചല്ല. ഈ ഹദീസ് ആരിൽ നിന്നാണ് റിപ്പോർട്ട്? അബൂ ഹുറൈറയിൽ നിന്നാണ്. മഅമർ,
അസ്സനആനി അബ്ദുള്ളയിൽ നിന്നും അബ്ദുള്ള ഇബ്നു അബ്ബാസിൽ നിന്നും അബ്ദുള്ള ഇബ്നു അബ്ബാസ് മൈമൂന റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അബ്ദുള്ള ഇബ്നു അബ്ബാസ് മൈമൂനയിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇത് ആരിൽ നിന്നായി? ഇവിടെ റിപ്പോർട്ട് വന്ന ആരിൽ നിന്നാണ്? അബൂ ഹുറൈറയിൽ നിന്നാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഈ ഹദീസിൻ്റെ തരീഖ് അത് വഹമാണ് എന്നാണ് ആര് പറഞ്ഞത്? ഇമാം ബുഖാരിയും ഇമാം അബൂ ഹാത്തിമും പറഞ്ഞത്. അപ്പോൾ ഇമാം ബുഖാരിയും അബൂ ഹാത്തിമും വഹമു കൊണ്ട് ഈ ഹദീസിനെ വിധിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൻ്റെ മത്തിനല്ല, ഉള്ളടക്കമല്ല, പിന്നെയോ ഈ ഹദീസിൻ്റെ സനദാണ്. അബൂ ഹുറൈറയുടെ മാർഗ്ഗേണ ഈ ഹദീസ് വന്നത് വഹമാണ് എന്നാണ് ആര് പറഞ്ഞത്? ഇമാം ബുഖാരി പറഞ്ഞത്, ഇമാം അബൂ ഹാത്തിം പറഞ്ഞത്. പിന്നെ ആരുടെ തരീഖിലാണ് ഈ ഹദീസ് വന്നത്? മൈമൂന റളിയല്ലാഹു തആല എന്നാണ്. മഅമർ എന്ന റാവിൻ്റെ ഇതിൽ മഅമർ എന്ന റാവി, അദ്ദേഹം സനാനിയാണ്, യമനിയാണ്. ഈ മഅമർ അൽ യമനി അദ്ദേഹം ഇതിനെ പറ്റിയ വഹമാണ് എന്ത്? ഈ ഹദീസിൻ്റെ സനദിനെ അബൂ ഹുറൈറയിലൂടെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ സനദ് ആരിലൂടെയാണ്? അത് അബ്ദുള്ള ഇബ്നു അബ്ബാസ് മൈമൂനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതാണ് അവിടുത്തെ ആ വഹകമ അലൈഹിൽ ബുഖാരി വ അബൂ ഹാത്തിം ബിൽ വഹം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. പറഞ്ഞാൽ മനസ്സിലായോ? തയ്യിബ്. ഹദീസിനെ കുറിച്ച് ചില വിഷയങ്ങൾ ഉണ്ട്. ജാമിദാണ് എങ്കിൽ ആ എലി എടുത്തിടുക, ചുറ്റുഭാഗം എടുത്തിടുക. മായി ആണ് എങ്കിൽ, ജലരൂപത്തിലാണ് എങ്കിൽ, ദ്രവരൂപത്തിലാണ് എങ്കിൽ പിന്നെ ആ നെയ്യ് അതിനോട് കഴിക്കാൻ പാടില്ല, അടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ചില സംസാരങ്ങൾ വന്ന ഒരു മസാലയാണത്. കുറേ നെയ്യുണ്ട് ദ്രവരൂപത്തിൽ, അതിലാണ് വീണതെങ്കിലോ ആ നെയ്യ് മുഴുവൻ നജസായി മാറുമോ? അപ്പോൾ ആ എലിയെയും അതിൻ്റെ പരിസരത്തെയും എടുത്തിട്ടാൽ മാത്രം പോരെ? ആ നിലക്ക് പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്? ഈ ഹദീസിൻ്റെ വിഷയത്തിൽ സംസാരമുണ്ട്. അതുകൊണ്ടാണ് ഫീ സമനിൻ ജാമിദ് എന്നുള്ള ഇതിനെ ഈ പ്രയോഗത്തൊക്കെ ഇമാം ബുഖാരിയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ നിരൂപിച്ചിട്ടുള്ളത്. ഏതായാലും പിന്നെ പണ്ഡിതന്മാരിൽ ഒരു പക്ഷം പിന്നെ ഈ ഹദീസ് അനുസരിച്ചാണ് ഇത്തരം വിഷയത്തിൽ വിധിച്ചിട്ടുള്ളത്. ഉറച്ച നെയ്യാണ് എങ്കിൽ എലി എടുത്തിട്ട് പരിസരം ഒരു കഫ് എന്ന നിലക്ക് എടുത്തിട്ട്, എലിയാണല്ലോ, അപ്പോൾ ഒരു കഫ് എടുത്തിട്ട്. ദ്രവരൂപത്തിലുള്ള നെയ്യാണെങ്കിൽ ആ നെയ്യ് ഉപയോഗിക്കാതിരിക്കും. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അതിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതാ ഞാൻ ആ മസാല വിശദമായിട്ട് നോക്കിയിട്ടില്ല, നെയ്യിൻ്റെ മസാല മാത്രമേ നോക്കിയില്ല. കാരണം ഇതന്നെ കുറേ മസാല ഒന്നും വഹിക്കാനുള്ളതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച നമുക്കൊന്നുകൂടി അത് നോക്കിയിട്ട് ഉണർത്താം ഇൻഷാ അല്ലാഹ്. മാഫി മുഷ്കിൽ. അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊരു മസാല വേറെ ഉണ്ടല്ലോ പറയാം. മദ്രസയുടെ ശമ്പളം ഇങ്ങനെ വേർത്ത് വെച്ച മസാലയാണ്. മാഫി മുഷ്കിൽ. അത് നമുക്ക് അത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. അതിൽ ഇത്രേ ഉള്ളൂ. ഫർള് ഐനായിട്ടുള്ള ഇബാദത്തുകളുണ്ടല്ലോ, ഫർള് ഐനായിട്ടുള്ള ഇബാദത്തുകൾ അതിലെന്ത് പാടുള്ളതല്ല, കൂലി വാങ്ങിയിട്ട് ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല. അതാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. ഫർള് കിഫയായി നിർവഹിക്കപ്പെടേണ്ട ഇബാദത്തുകളുണ്ട്, ഇത് ഇത്തരം കാര്യങ്ങളുണ്ട്, പുണ്യകർമ്മങ്ങളുണ്ട്. ഫർള് കിഫ ഒരു വിഭാഗം ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം കുറ്റക്കാരാകുന്ന, എന്നാൽ ഒരു വിഭാഗം ചെയ്താൽ ബാക്കിയുള്ളവർ കുറ്റവിമുക്തരാകുന്ന വിഷയങ്ങൾ അതിൽ എന്ത് ചെയ്യാവുന്നതാണ്? അതിൽ പിന്നെ കൂലി ആകാവുന്നതാണ്. ബാങ്ക് ഒഴിച്ച്, ബാങ്കിൻ്റെ വിഷയത്തിൽ കുറച്ച് സ്ട്രിക്റ്റാണ് പണ്ഡിതന്മാർ. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ തൻ്റെ വഫാത്തിനോട് അടുത്ത കാലത്ത് പിന്നെ ബാങ്കിന് കൂലി വാങ്ങാത്ത ഒരാളെ ബാങ്ക് കൊടുക്കാൻ അന്വേഷിക്കാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ ബാങ്കിന് കൂലി വാങ്ങാൻ പാടുള്ളതല്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി അങ്ങനെ ഒരു വ്യക്തിയെ അന്വേഷിക്കാൻ പറഞ്ഞു എന്നുള്ളത് ആ പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശമ്പളം കൂലിയോ വാങ്ങാൻ പാടില്ല എന്ന് അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെ ഫർള് കിഫയാണ് എന്ന് പണ്ഡിതന്മാർ ഹുക്കുമ് പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അത്തരം വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, പിന്നെ കൂലി പകരം വാങ്ങുന്നതിൽ പ്രശ്നമല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞതിൽ പ്രബല അഭിപ്രായം. എങ്ങനെ ലോറി ഇമാമുക്ക് എന്നുള്ളത് ഫർള് ഐന അല്ല. ഇമാമത്തിന് ഒരാൾ വന്നിട്ട് ഇമാം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറ്റവിമുക്തരായി. ഒരാളെ ഇമാമാക്കി നിശ്ചയിച്ചൊരു മസാല അല്ലേ ഈ പറഞ്ഞത്. ഒരു മസാല ഇപ്പോൾ ഒരു നാട്ടിൽ മനസ്സിലായില്ലേ കുറേ ആളുകളുണ്ട്,
അവിടെ ഒരാൾ ഇമാമ് നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ മഅ്മൂമായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണല്ലോ. ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ ഹുക്ം എന്താണ് അവിടെ? ആ വിഷയത്തിൽ അവിടെ പിന്നെ ഒരാൾ ഇമാമ് നിൽക്കുക, ബാക്കിയുള്ളവരെല്ലാം മഅ്മൂമായി നിസ്കരിക്കുക എന്നുള്ളതിൻ്റെ ഹുക്ം ഫർള് കിഫയാണ്. ഫർള് കിഫ. ഒരാൾ ഇമാമ് നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറ്റവിമുക്തരായി. ആരും ഇമാമ് നിൽക്കാതെ എല്ലാവരും അങ്ങനെ നിസ്കരിച്ചാൽ എല്ലാവരും കുറ്റക്കാരായി. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ട് മസല. ഒരാളെ ഇമാമാക്കി അയാളെ പിന്നെ തയ്യീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റാത്തിബായ ഇമാമാണെങ്കിൽ അതിൻ്റെ വിഷയം വേറെയാണ്. പക്ഷേ ഈ മസലിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ഫർള് കിഫ. ഇങ്ങനെ ഫർള് കിഫയായിട്ടുള്ളതായ അമലുകളാണ് എങ്കിൽ ആ അമലുകൾക്ക് എന്താണ് പിന്നെ ഈ പിന്നെ ഉജ്റത്ത് കൂലി വാങ്ങുന്നതിൽ ഇളവുണ്ട് എന്നുള്ളതാണ്, വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഇത്തരം മസ്ലഹത്തുകളൊക്കെ പാഴായി പോകും. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുക്കാൻ ആളുണ്ടാവില്ല. പണ്ട് കാലങ്ങളത്തെ പോലല്ല. പണ്ട് കാലങ്ങളിൽ അതിനൊക്കെ മത്സരമായിരുന്നു അങ്ങനെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൽ വിരക്തിയാണ്. മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ ബാങ്ക് കൊടുക്കാറുണ്ടെങ്കിൽ അത് മഹാ കുറവായിട്ടാണ്. ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തറവാട്ടിൽ, ചില നാടുകളിലുണ്ടല്ലോ, ഒരു തറവാട്ടിലൊരു ബാങ്ക് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാത്ത തറവാടുകളുണ്ട്. പിന്നെ ഒരു ചെറുക്കൻ നല്ല ദീനുള്ള ഒരാളെന്നെ കല്യാണം അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിതൃപരമ്പരയിൽ ആരെങ്കിലും ബാങ്ക് കൊടുക്കുന്ന ഒരാളായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറവാണ് കെട്ടിച്ചു കൊടുക്കാൻ. അത് മുസ്ലിങ്ങൾക്കിടയിൽ നിലവിലുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മസ്ലഹത്ത് പാഴാകേണ്ട ഒരു അവസ്ഥ വരും. അതിൻ്റേതായ വേദന നിശ്ചയിച്ച ആളുകളെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ. അടുത്ത ഹദീസ് വഅൻ അബി സുബൈർ. അബി സുബൈറിൻ്റെ ഹദീസ് അല്ലേ അത്? വഅൻ അബി സുബൈർ മുഹമ്മദ് ഇബ്നു മുസ്ലിം അൽ മക്കി സഅൽതു ജാബിറൻ അൻ സമനി السنور والكلب فقال زجر النبي صلى الله عليه وسلم عن ذلك رواه مسلم والنسائي وزاد النسائي إلا كلب صيد طيب. അബു സുബൈർ പറയണം. വഅൻ അബി സുബൈർ. അബു സുബൈർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു മുസ്ലിം അൽ മക്കി. മുഹമ്മദ് ഇബ്നു മുസ്ലിം അൽ മക്കി ജാബിർ റളിയല്ലാഹുവിന് ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈ പണ്ഡിതനാണ് ഈ അബു സുബൈർ മുഹമ്മദ് ഇബ്നു മുസ്ലിം അൽ മക്കി എന്ന് പറയുന്ന പണ്ഡിതൻ, താബിഈ പണ്ഡിതൻ. അദ്ദേഹം പറയാണ്, സഅൽതു ജാബിറൻ, ഞാൻ ജാബിറിനോട് ചോദിച്ചു, അൻ സമനി സിന്നൗർ. സിന്നൗർ എന്ന് പറഞ്ഞാൽ പൂച്ച. സിന്നൗർ എന്ന് പറഞ്ഞാൽ പൂച്ച. പൂച്ചയുടെ വിലയെക്കുറിച്ച്, പൂച്ചനെ വിറ്റ് കിട്ടുന്ന കാശിനെ കുറിച്ച് ചോദിച്ചു. വൽ കെൽബ്, കെൽബ് നായ. സിന്നൗർ. ഫഖാല, അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ, സജറ എന്നാണ് എന്താ, വിലക്കി വിരോധിച്ചു. റവാഹു മുസ്ലിം വൻ നസായി. വസാദ, ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഏറുണ്ട്, എന്ത്? ഇല്ലാ കെൽബ സ്വൈദിൻ, വേട്ടനായ ഒഴിച്ച്. വേട്ടനായ വാങ്ങാം എന്നർത്ഥത്തിൽ. ഇല്ലാ കെൽബ സ്വൈദിൻ, വേട്ടനായ ഒഴിച്ച് വേട്ടനായ വാങ്ങാം എന്നർത്ഥത്തിൽ ഇമാം നസായിയുടെ നിവേദനത്തിൽ ഏറുണ്ട്. പക്ഷേ ഈ സിയാദത്ത് അത് പിന്നെ ഈ വിഷയത്തിൽ ബലപ്പെട്ടതല്ല. മൊത്തത്തിൽ നായകളെ വാങ്ങുക, അതിൻ്റെ വില പാടുള്ളതല്ല, നായയെ വാങ്ങാനും പാടുള്ളതല്ല. പിന്നെ ഒരു സംഗതി വാങ്ങാൻ പാടില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉപകാരം എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൃഷി, പാറാവ്, നായാട്ടൻ, വേട്ടയാടൽ, ഇത്തരം ആവശ്യങ്ങൾക്ക് നായയെ ഉപകരിക്കാവുന്നതാണ്. നിർബന്ധ സാഹചര്യങ്ങളിൽ വാങ്ങിയിട്ട് അത് ഉപകരിക്കാൻ പറ്റുള്ളെങ്കിൽ നിർബന്ധ സാഹചര്യത്തിൽ വാങ്ങാവുന്നതാണ്. ഏതായാലും ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? നായയെയും സിന്നൗറിനെയും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. സിന്നൗർ എന്ന് പറഞ്ഞാൽ പൂച്ച. അത് നജസ്സായതുകൊണ്ടല്ല, പൂച്ച നജസ്സായതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിൽക്കാൻ പാടില്ലായിരുന്നു, വാങ്ങാൻ പാടില്ലായിരുന്നു? പൂച്ചനെ വളർത്താമല്ലോ അല്ലേ? പൂച്ചനെ വളർത്താം. സഹാബികൾ പൂച്ചനെ വളർത്തിയിരുന്നു. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹാമിന തവാഫിൻ അലൈഹുക്കും വത്തവാഫാത്ത്. പൂച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വീടുകളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ്, അത് നജസ്സല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൂച്ച ശേഷിപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പിന്നെ എന്തിനത് പൂച്ചനെ വാങ്ങാൻ പാടില്ല എന്നാണ്? പൂച്ചനെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഹംബലി ഫുഖഹാക്കളൊക്കെ ഈ
കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? മുബാദലത്തുൽ മാൽ ബിൽ മാലാണല്ലോ. സ്വത്തുമായിട്ടുള്ള കൈമാറ്റാണ് കച്ചവടം, പരസ്പരം പ്രീതിപ്പെട്ട്. പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്വത്തായിട്ട് പറയപ്പെടുമോ? വിൽക്കാൻ മാത്രം ഒരു സ്വത്തായിട്ട് പറയപ്പെടില്ല എന്നുള്ളതുകൊണ്ട് അത് അനുപേക്ഷിക്കുകയാണ്. ചിലയിടത്ത് പൂച്ചക്ക് ഭയങ്കര വില ഉണ്ടാവില്ലേ, ചില പൂച്ചകൾക്കും ഭയങ്കര വില ഉണ്ടാവും. മനസ്സിലായി? ഏതായാലും ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പൂച്ച അതിന് വിറ്റുള്ള വില പാടുള്ളതല്ല എന്ന്. അതാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. ഇബ്നു ഹജർ റഹിമഹുള്ള അതിനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. ഖലാസ്. ഇനി പിന്നെ ബാക്കി ഇനി ഹദീസുകൾ വരുമ്പോൾ കൂടുതൽ മസലകൾ വരും ഇൻഷാ അല്ലാഹ്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.